Hello everyone, welcome to Ants Anatomy. So this will be our fifth osteology topic on internal surface of base of the skull. Into the main features. ഇതാണ് internal surface of base of the skull. ഇതിൽ മെയിൻ ആയിട്ടും 3 fossas ആണ് പറയുന്നത്. Anterior cranial fossa, middle cranial fossa and posterior cranial fossa. നമ്മൾ ഫസ്റ്റ് ഫോക്കസ് ചെയ്യുന്നത് about the anterior cranial fossa. ഇതിൻ്റെ ബൗണ്ടറീസ് ആണ് നമ്മൾ ഫസ്റ്റ് പറയുന്നത്. Anteriorly അതുപോലെ തന്നെ ടുവേർഡ്സ് ദ സൈഡ് നമുക്ക് ഫ്രണ്ടൽ ബോണാണ് കാണാൻ പറ്റുന്നത്. പോസ്റ്റീരിയർ ബോർഡർ ഫോം ചെയ്തിരിക്കുന്നത് കൺഫ്യൂസ് ആവരുത്. ലെസ്സർ വിങ് ഓഫ് സ്പീനോയിഡിൻ്റെ പോസ്റ്റീരിയർ ബോർഡറും ഇതാണ് ലെസ്സർ വിങ് ഓഫ് സ്പീനോയിഡിൻ്റെ പോസ്റ്റീരിയർ ബോർഡർ ആൻഡ് ഇതാണ് ആൻറ്റീരിയർ ക്ലീനോയിഡ് പ്രോസസ്. പിന്നെ ആൻറ്റീരിയർ മാർജിൻ ഓഫ് സൾക്കസ് കയസ്മാറ്റിക്കസ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് അബൌട്ട് ദ ഫ്ലോർ ആണ്. ഫ്ലോറിൽ നമ്മൾ ആൻറ്റീരിയർലി നമുക്ക് ക്രിബ്രിഫോം പ്ലേറ്റ് ഓഫ് എത്മോയിഡ് ബോൺ കാണാൻ പറ്റും. ഇതാണ് ക്രിബ്രിഫോം പ്ലേറ്റ് ഓഫ് എത്മോയിഡ്. അതിൻ്റെ പോസ്റ്റീരിയർലി നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ള ഒരു സ്പേസ് കാണാൻ പറ്റും. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ജുഗം സ്പീനോയിഡേൽ. ഇനി അഗൈൻ ഈ ക്രിബ്രിഫോം പ്ലേറ്റ് ഓഫ് എത്മോയിഡിൽ നമുക്കൊരു സെൻട്രലി പ്ലേസ്ഡ് ആയിട്ടുള്ള ഒരു ട്യൂബക്കിൾ കാണാൻ പറ്റും. അതിനെ നമ്മൾ പറയുന്ന പേരാണ് ക്രിസ്റ്റ ഗാലെ. ഈ ക്രിസ്റ്റ ഗാലയിലേക്കാണ് നമ്മുടെ ഫോക്സ് സെറിബ്രി വന്നിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. ഇനിയും കുറച്ചും കൂടെ ഫ്രണ്ടിൽ നമുക്കൊരു ഫൊറാമൻ കാണാൻ പറ്റും. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഫൊറാമൻ സീക്കം. ഏത് സൈഡ്സിൽ നമുക്ക് ഓർബിറ്റൽ പ്ലേറ്റ് ഓഫ് ഫ്രണ്ടൽ ബോൺ കാണാൻ പറ്റും. ഇതാണ് ഓർബിറ്റൽ പ്ലേറ്റ് ഓഫ് ഫ്രണ്ടൽ ബോൺ. ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് അബൌട്ട് ദ ക്രിബ്രിഫോം പ്ലേറ്റ് ഓഫ് എത്മോയിഡ് ബോൺ ആണ്. ക്രിബ്രിഫോം പ്ലേറ്റ് ഓഫ് എത്മോയിഡ് ബോൺ നമ്മളുടെ ആൻറ്റീരിയർ ക്രേനിയൽ ഫോസാനെ നമ്മളുടെ നേസൽ ക്യാവിറ്റിയുമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു. ഇനി അബൌട്ട് ദ ജുഗം സ്പീനോയിഡൽ. ജുഗൻ സ്പീനോയിഡയിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് നമ്മുടെ ആൻറ്റീരിയർ ക്രേനിയൽ ഫോസാനെ സ്പീനോയിഡൽ സൈനസിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യും. ഇതാണ് ഫൊറാമൻ സീക്കം. ഫൊറാമൻ സീക്കം ആക്ച്വലി ബ്ലൈൻഡ് ആണ്, പക്ഷെ അത് ഓപ്പൺ ആണെങ്കിൽ എമിസറി വെയിൻസിനെ ഫ്രം ദ നോസിൽ നിന്ന് സജൈറ്റൽ സൈനസിലേക്ക് കണക്ട് ചെയ്യും. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് അബൌട്ട് ദ മിഡിൽ ക്രേനിയൽ ഫോസ ആണ്. മിഡിൽ ക്രേനിയൽ ഫോസയിൽ നമ്മൾ മെയിനായിട്ട് പറയുന്നത് അതിൻ്റെ ബോർഡേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ posterior border of lesser wing of sphenoid, anterior clinoid process, anterior margin of sulcus chiasmaticus. Posterior border എന്ന് പറയുന്നത് petrous part of temporal boneന്റെ superior border ആണ് മിഡിൽ ക്രേനിയൽ ഫോസയുടെ posterior border ഫോം ചെയ്യുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് about the other features ആണ്. ഇതാണ് നമ്മുടെ anterior clinoid process. ആൻറ്റീരിയർ ക്ലീനോയിഡ് പ്രോസസ്സിൻ്റെയും ആൻറ്റീരിയർ മാർജിൻ ഓഫ് സൾക്കസ് കയസ്മാറ്റിക്കസിൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമുക്കൊരു കനാൽ കാണാൻ പറ്റും. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഓപ്റ്റിക് കനാൽ. ഇത് ഡയറക്റ്റ് ആയിട്ട് ഓർബിറ്റിലേക്കാണ് ലീഡ് ചെയ്യുന്നത്. ഇതാണ് ബോഡി ഓഫ് ദി സ്പീനോയിഡ്. ഇതാണ് സെല്ല ടേഴ്സിക്ക. ഇതിൻ്റെ ആൻറ്റീരിയർലി നമുക്ക് ട്യൂബക്കുലം സെല്ലയും പോസ്റ്റീരിയർലി ഡോഴ്സം സെല്ലയുമാണ് കാണാൻ പറ്റുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് അബൌട്ട് ദ ഫൊറാമൻസ്. നമ്മൾ നോമ ബേസാലിസിൽ പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ അഗെയിൻ ഫൊറാമൻ ഒവേൽ കാണാൻ പറ്റും ആൻഡ് ദിസ് ഇസ് ഫൊറാമൻ സ്പൈനോസം. ഫൊറാമൻ ഒവേൽ ആൻഡ് ഫൊറാമൻ സ്പൈനോസം. ബോഡി ഓഫ് ദ സ്പീനോയിഡിൻ്റെ ഏത് സൈഡ്സിൽ നമുക്ക് ഫൊറാമൻ ലെസീറവും കാണാൻ പറ്റും. ഇതാണ് സുപ്പീരിയർ ഓർബിറ്റൽ ഫിഷർ. സുപ്പീരിയർ ഓർബിറ്റൽ ഫിഷറിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് നമുക്ക് വേറൊരു ഫൊറാമൻ കാണാൻ പറ്റും. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഫൊറാമൻ റൊട്ടുണ്ടം. ഫൊറാമൻ റൊട്ടുണ്ടത്തിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് മാക്സിലറി നെർവ് ആണ്. ഇതാണ് ഗ്രേറ്റർ വിങ് ഓഫ് സ്പീനോയിഡ് ബോൺ. ഓക്കെ, ലെസ്സർ വിങ് ഓഫ് സ്പീനോയിഡ് ബോൺ, ഗ്രേറ്റർ വിങ് ഓഫ് സ്പീനോയിഡ് ബോൺ. ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് അബൌട്ട് ദ പോസ്റ്റീരിയർ ക്രേനിയൽ ഫോസയാണ്. ബോർഡർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സുപ്പീരിയർ ബോർഡർ ഓഫ് പീട്രസ് പാർട്ട് ഓഫ് ടെമ്പറൽ ബോൺ. പിന്നെ പോസ്റ്റീരിയർ ബോർഡർ ഫോം ചെയ്യുന്നത് സ്ക്വാമസ് പാർട്ട് ഓഫ് ഓസിപിറ്റൽ ബോൺ ആണ്. ഇവിടുത്തെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് ഫൊറാമൻ മാഗ്നം. ഇതാണ് ഫൊറാമൻ മാഗ്നം. മാഗ്നത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്കൊരു സ്ലോപ്ഡ് ആയിട്ടുള്ള സർഫസ് കാണാൻ പറ്റും. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ക്ലൈവസ്. ഫൊറാമൻ മാഗ്നത്തിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് ട്രയാങ്കുലർ ഷേപ്ഡ് ആയിട്ടുള്ള സർഫസ് കാണാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ വെർമിയൻ ഫോസ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് ജുഗുല ഫൊറാമൻ ആണ്. ഇതാണ് ജുഗുല ഫൊറാമൻ. നമ്മൾ നേരത്തെ വെർമിയൻ ഫോസ പറഞ്ഞു, അതിൻ്റെ എക്സ്റ്റൻഷന് പറയുന്ന പേരാണ് ഇന്റേണൽ ഓസിപിറ്റൽ ക്രസ്റ്റ്. ഇതാണ് ഇന്റേണൽ ഓസിപിറ്റൽ പ്രൊട്രൂബറൻസ്. ഇതാണ് പോസ്റ്റീരിയർ സർഫസ് ഓഫ് പീട്രസ് പാർട്ട് ഓഫ് ടെമ്പറൽ ബോൺ. അവിടെ ആയിട്ടാണ് നമുക്ക് ഇന്റേണൽ അക്വിസ്റ്റിക് മിയാറ്റസ് കാണാൻ പറ്റുന്നത്. ഇതാണ് ഇന്റേണൽ അക്വിസ്റ്റിക് മിയാറ്റസ്. So to our conclusion part, this is the internal surface of base of the skull. It is divided into anterior cranial fossa, middle cranial fossa and posterior cranial fossa. About the main features, first border.
Anteriorly and on the either sides, it is formed by the frontal bone. Posteriorly, it is formed by posterior border of lesser wing of sphenoid, anterior clinoid process, and anterior margin of sulcus chiasmaticus. Next, about the floor. Anteriorly, it is formed by cribriform plate of ethmoid bone. Posteriorly, there is a smooth slope part. It is called jugum sphenoidale. On the center of the cribriform plate, there is a tubercle. It is called crista gallae, into which the falx cerebri is attached. Towards the upper part, you can see a foramen. This is called foramen cecum. The foramen is usually blind, but it is occasionally patent. Then next, on the lateral side, you can see orbital plate of frontal bone. So these are the features which is mainly seen on the anterior cranial fossa. Next, about the middle cranial fossa. First, about the border. Anteriorly, posterior border of lesser wing of sphenoid, anterior clinoid process, anterior margin of sulcus chiasmaticus. Posteriorly, it is formed by superior border of petrous part of temporal bone and dorsum sellae of sphenoid bone. Next, about the important features. In between the anterior clinoid process and the anterior margin of sulcus chiasmaticus, we can see a canal. This is called orbital canal, which is directed into the orbit. Above the body of the sphenoid, here you can see sella turcica, into which a pituitary gland is placed. In front of the sella turcica, you can see tuberculum sellae, and behind you can see dorsum sellae with posterior clinoid process. Next, about the foramens. This is the foramen ovale and the adjacent foramen spinosum. The contents are already discussed in our video Noma Bisalis. Next, about the foramen rotundum. This is the foramen rotundum and its content is maxillary nerve. In front of the foramen rotundum, you can see a fissure. This is called superior orbital fissure. Next, about the regular foramen on the either sides of the body of the sphenoid. This is the foramen lacerum. And also on the other sides, you can see the greater wing of sphenoid. This is the greater wing of sphenoid. So these are the features which is mainly said in the middle cranial fossa. Next, about the posterior cranial fossa. The main feature is borders anteriorly by the superior border of petrous part of temporal bone and dorsum sellae of sphenoid bone. Posteriorly by the squamous part of the occipital bone. The main features are, first one is foramen magnum, which is the largest foramen. In front of the foramen magnum, you can see a sloped surface. This is called as clivus. Behind the foramen magnum, you can see a triangular shaped structure. This is called a vermian fossa. A vermian fossa continues as occipital crest. Then this is called the occipital protuberance. This is the jugular foramen, which is seen on the lateral side. This is the posterior surface of petrous part of temporal bone, where you can see internal acoustic meatus. So these are the main features which is present on the internal surface of the base of the skull. So that's all about today's video, and also don't forget to check the MCQ questions which is uploaded in our channel. We'll be discussing the chapter wise MCQs in upcoming days, so don't miss that. So next day I'll be back with a new interesting video. Till then, bye.